നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഭഗവത്ഗീതയുടെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം, അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. ദൈവീ സമ്പത്തിൻ്റെയും ആസുരീ സമ്പത്തിൻ്റെയും സവിശേഷതകളെ വ്യാസഭഗവാൻ അതിനകത്ത് നമുക്ക് വിവിധ ശ്ലോകങ്ങളിലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ദൈവീ സമ്പത്തിൻ്റെ വിശേഷങ്ങളെ, ധർമ്മങ്ങളെ നാം വ്യാസ കഥകളിലൂടെ നേരിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവീ സമ്പത്തിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ വ്യാസഭഗവാൻ പറയും, തേജക്ഷമ ധൃതി ശൗചം അദ്രോഹോ നാതിമാനിത. ഇതൊക്കെ ദൈവീ സമ്പത്തോടു കൂടിയിട്ട് ജനിച്ച ആളുകളുടെ സ്വഭാവവിശേഷങ്ങളാണ്. തേജസ്, ക്ഷമ, ധൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം, ശൗചം, ശുദ്ധി തുടങ്ങിയവ. അതിൽ തേജസ് എന്നുള്ളതായിരുന്നു നാം കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കഥയിലൂടെ മഹാഭാരതത്തിലെ ആദിപർവത്തിൽ വരുന്ന ഖാണ്ഡവദാഹം എന്ന ഉപപർവ്, അതിൽ വരുന്ന ആ കഥയിലൂടെ നാം ഇന്നലെ ചർച്ച ചെയ്യാൻ ആരംഭിച്ചത്. അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗം നമുക്ക് ഇനി കാണേണ്ടതായിരിക്കുന്നു. തേജസ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ധൈര്യം, മനസ്സിൻ്റെ കരുത്ത്, മനസ്സിൻ്റെ ബലം, അതാണ് തേജസ്. ജീവിതത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ടുകൾ കൺമുന്നിൽ വന്നു ചേർന്നാൽ പോലും യാതൊരു ഇളക്കവും കൂടാതെ ധർമ്മത്തിൻ്റെ പന്ഥാവിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുന്ന മാനസികാവസ്ഥ, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആവിർഭവിക്കുന്നതായ സ്വഭാവവിശേഷമാണ്. അതാണ് തേജസ്. നാം അതിനെ നേരിട്ട് കാണുന്നു വ്യാസഭഗവാൻ പറയുന്ന ഈ കഥയിലൂടെ. ഖാണ്ഡവ വനത്തിന് സമീപം കൃഷ്ണനും അർജുനനും കൂടി ആ വനത്തിൻ്റെ ഭംഗികളെല്ലാം ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അവസരത്തിൽ ബ്രാഹ്മണ വേഷധാരിയായിട്ട് അഗ്നിഭഗവാൻ അവിടെ വന്നു ചേരുന്നതും എനിക്ക് വേണ്ടുന്നതായ ഭക്ഷണം നിങ്ങൾ നൽകണം എന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നതും, നൽകാം, എന്താണ് ഭക്ഷണമായി വേണ്ടത് എന്ന് കൃഷ്ണാർജുനന്മാർ അഗ്നിഭഗവാനോട് ചോദിക്കുന്നതും, ഈ ഖണ്ഡവനം തന്നെയാണ് എനിക്ക് വേണ്ടുന്ന ഭക്ഷണം എന്ന് അദ്ദേഹം അവരോട് പറയുന്നതും നാം കേട്ടു. ഖണ്ഡവനം തന്നെ ഭക്ഷണമായിട്ട് കഴിക്കുക എന്നുള്ളത് അഗ്നിഭഗവാന് വേണ്ടി വന്നു എങ്കിൽ അതിന് തക്കതായൊരു കാരണമുണ്ടാകുമല്ലോ എന്ന് വൈശമ്പായനോട് ജനമേജയൻ ചോദിക്കുന്നതും നാം കേട്ടു.
അതിനുത്തരമായിട്ട് ആ കഥ വിസ്തരിച്ച് തന്നെ വൈശമ്പായനൻ ജനമേജയനോട് പറയുന്നുണ്ട്. അതിൻ്റെ ചില സൂചനകൾ മാത്രം ഇവിടെ പ്രതിപാദിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമായ വിഷയത്തിലേക്ക്, ഖാണ്ഡവദാഹത്തിന് എങ്ങനെയാണ് കൃഷ്ണനും അർജുനനും വഴിയൊരുക്കിയത്, ലോകത്തിൽ ഉള്ള കരുത്തുറ്റ ശക്തികൾ ഇന്ദ്രനും ദേവന്മാരും അതേപോലെ ആസുരീ ശക്തികളും എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു വശത്തു നിന്ന് ശക്തമായി എതിർത്തിട്ടും അതിനെ വകവയ്ക്കാതെ അവരെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് അർജുനനും കൃഷ്ണനും തങ്ങൾ അഗ്നിഭഗവാനോട് പറഞ്ഞതായ ആ വാക്കിനെ വിജയകരമായിട്ട് പരിപാലിച്ചത്, പ്രശ്നങ്ങളുടെ മുന്നിൽ തെല്ലുപോലും കൂസാതെ അതിനെ അഭിമുഖീകരിക്കുന്ന അവരുടെ തേജസ്, അത് ദൈവീ സമ്പത്താണ്. അതിനെ നാം ആ കഥയിലൂടെ, തേജസ് എന്നുള്ള വാക്കുകൊണ്ട് വ്യാസഭഗവാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഖാണ്ഡവനം തനിക്ക് ഭക്ഷിക്കാൻ തരണം എന്ന്, അതിനു വേണ്ടുന്ന സഹായം ചെയ്യണം എന്ന്, എന്തുകൊണ്ടെന്നാൽ എപ്പോഴൊക്കെയാണോ താൻ ഖാണ്ഡവനം ഭക്ഷിക്കാനായി തുടങ്ങിയത് അപ്പോഴെല്ലാം ഇന്ദ്രൻ മഴ പെയ്ച്ചിട്ട് അതിന് തടസ്സം സൃഷ്ടിച്ചു എന്ന് അഗ്നിഭഗവാൻ പറയുമ്പോൾ അതിന് കാരണമുണ്ടാകുമല്ലോ, അതെന്താണ് എന്ന് ജനമേജയൻ ചോദിച്ചു. അതിന് വൈശമ്പായൻ മറുപടി പറയാണ്. ഹന്തത്തെ കഥയിഷ്യാമി പൗരാണീം ഋഷി സംസ്തുതാം കഥാമിമാം നരശ്രേഷ്ഠ ഖണ്ഡവസ്യ വിനാശിനീം. അല്ലയോ മഹാരാജാവേ, മനുഷ്യരുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഗുണസമ്പത്തോടുകൂടിയവനെ, ആ കഥ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. എന്താണ് ഇതിന് കാരണമായിട്ടുള്ളത് എന്ന് അങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. ഇത് വളരെ പുരാതനമായൊരു കഥയാണ്. ഈ കഥ ഈ ഋഷിമാർക്ക് എല്ലാവർക്കും അറിയും. അവർ വളരെ ആദരവോടുകൂടിയിട്ടാണ് ഈ കഥയെ ഓർക്കുന്നതും ഈ കഥയെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും എല്ലാം. ആ കഥ, അല്ലയോ മഹാരാജാവേ, ഞാൻ അങ്ങേക്ക് കേൾപ്പിച്ചു തരാം. ഖാണ്ഡവനത്തിൻ്റെ വിനാശനത്തിന് വഴിയൊരുക്കിയതായ ആ സംഭവങ്ങൾ കേട്ടുകൊള്ളൂ. പൗരാണ ശ്രുയതേ രാജൻ രാജാ ഹരിഹയോപമ ശ്വേതകീർ നാമ വിഖ്യാതോ ബലവിക്രമസംയുത. അല്ലയോ മഹാരാജാവേ, വളരെ പുരാതനമായ ഒരു കാലഘട്ടത്തിലെ കഥയാണ് ഞാൻ അങ്ങയോട് പറയുന്നത്. അന്ന് ഇന്ദ്രതുല്യനായിട്ട് ശ്വേതകി എന്നു പേരായൊരു രാജാവുണ്ടായിരുന്നു. എല്ലാ പ്രകാരത്തിലും ബലപൗരുഷങ്ങൾ കൊണ്ട്, അതേപോലെ തന്നെ ജ്ഞാനവിജ്ഞാനാദികൾ കൊണ്ട് ഇന്ദ്രന് തുല്യൻ, ബലവിക്രമ സംയുത എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ബലം കൊണ്ടും പരാക്രമം കൊണ്ടുമെല്ലാം ഇന്ദ്രന് തുല്യനായിരിക്കുന്ന രാജാവുണ്ടായിരുന്നു, ശ്വേതകി എന്ന് പേരായിട്ട്. അദ്ദേഹം വളരെ പ്രസിദ്ധനുമായിരുന്നു. അദ്ദേഹം ധാർമ്മികനായിരുന്നു. അദ്ദേഹം യജ്ഞങ്ങളുടെ മാഹാത്മ്യം ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കി. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന പവിത്രമായ കർമ്മങ്ങളാണ് യജ്ഞങ്ങൾ. ആ യജ്ഞങ്ങൾ വിധിപ്രകാരം ഭംഗിയായിട്ട് നടത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് യജ്ഞം ചെയ്യാൻ അറിയുന്നവരായ, അതിന് അധികാരമുള്ളവരായ ഋത്വിക്കുകളെയെല്ലാം അദ്ദേഹം വരിച്ചു. അദ്ദേഹം യജ്ഞകർമ്മങ്ങൾ തുടർച്ചയായി നടത്തി. ഏറെക്കാലം യജ്ഞകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഋത്വിക്കുകൾ തന്നെ ആകെ ബുദ്ധിമുട്ടിലായി. ആ യാഗവേദിയിൽ നിന്ന് ഉയരുന്നതായ പുക അവരുടെ കണ്ണുകളെ വളരെയേറെ വേദനിപ്പിച്ചു. അതുകൊണ്ട് ഋത്വിക്കുകൾ ക്രമേണ രാജാവിൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട്, നിർബന്ധപൂർവമായി വാങ്ങിക്കൊണ്ട്, അവർ
ദീർഘകാലം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായുള്ള യജ്ഞകർമ്മങ്ങളിൽ നിന്ന് ക്രമേണ വിരമിച്ചു തുടങ്ങി. രാജാവായ ശ്വേതകി ആ ഋത്വിക്കുകളുടെ തന്നെ അനുവാദത്തോടുകൂടി വേറെ യജ്ഞകർമ്മങ്ങളിൽ വളരെ സമർത്ഥരായിട്ടുള്ള ആളുകളെ ഋത്വിക്കുകളായി വരുത്തി അങ്ങനെ അഖണ്ഡമായിട്ട് യജ്ഞകർമ്മം നടത്തുകയാണ്. ഏറെക്കാലം കഴിഞ്ഞപ്പോൾ അതും സാധിക്കാതെയായി. എല്ലാവരും രാജാവിൻ്റെ സമീപത്ത് നിന്ന്, അല്ലയോ മഹാരാജാവേ, ഇത്രയേറെ ദൈർഘ്യമേറിയതായ യജ്ഞങ്ങൾ, വർഷങ്ങളോളം അനേക വർഷങ്ങൾ നീളുന്ന യജ്ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കാകുന്നില്ല എന്ന് പറഞ്ഞ് പിരിയാണ്. അപ്പോൾ രാജാവ് സാക്ഷാൽ മഹാദേവനെ തന്നെ ശരണം പ്രാപിച്ചു. അതും ഈ ഋത്വിക്കുകളിൽ ചിലർ കൊടുത്ത ഉപദേശപ്രകാരമായിരുന്നു. തനിക്ക് 100 വർഷം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ യജ്ഞം നടത്തണം. അതിനു വേണ്ടിയിട്ട് മഹാദേവനെ കൈലാസത്ത് ചെന്നിട്ട് അദ്ദേഹം ഏകാഗ്ര മാനസനായി വർഷങ്ങളോളം കഠിന തപസ് ചെയ്തു. ശ്വേതകയുടെ ആ തപസ്സിൽ സാക്ഷാൽ മഹാദേവൻ സംപ്രീതനായി തീർന്നു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മഹാരാജാവ് തപസ് ചെയ്യുന്നത് എന്ന് മഹാദേവന് നന്നായി അറിയാം. അദ്ദേഹം എങ്കിലും ശ്വേതകയോട് ചോദിച്ചു, അല്ലയോ മഹാരാജാവേ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ തപസ് എന്ന്. ശ്വേതകി തൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. മഹാദേവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നേരിട്ട് ചെന്ന് ഒരിടത്തും യജ്ഞം ചെയ്യില്ല. അതിനുള്ള അധികാരം എനിക്കില്ല. ഞാനൊരു കാര്യം ചെയ്യാം. അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായ യജ്ഞം ചെയ്യാൻ സമർത്ഥനായ ഒരാളിനെ ഞാൻ തരാം. എൻ്റെ തന്നെ അംശാവതാരമായിരിക്കുന്ന ദുർവാസസ് എന്നു പേരായ ഋഷിയാണ്. അദ്ദേഹം അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ ഋത്വിക്കുകളെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്നിട്ട് സുദീർഘമായിരിക്കുന്ന യജ്ഞം വിജയകരമായി നടത്തിത്തരും. മഹാദേവൻ തന്നെ ദുർവാസസിനോടത് പറഞ്ഞു. അദ്ദേഹം സസന്തോഷം അത് സ്വീകരിച്ചു. അങ്ങനെ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായ യജ്ഞം മഹാരാജാവ് നടത്തി. ആ യജ്ഞമാകട്ടെ തതസ്സത്രം സമഭവത് തസ്യ രാജ്ഞോ മഹാത്മന. അനന്തരം ദുർവാസാവിനെ ഇങ്ങനെ യജ്ഞം ചെയ്യുവാനുള്ള അധികാരിയായി നേടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് മഹാത്മാവായിരിക്കുന്ന ആ രാജാവ് യജ്ഞത്തിന് വേണ്ടുന്നതെല്ലാം സന്നാഹിച്ച് യജ്ഞം ആരംഭിച്ചു. അങ്ങനെ ആ യജ്ഞം വളരെയേറെ പുരോഗമിച്ചു. യഥാവിധി യഥാകാലം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിധികൾക്ക് യാതൊരു കുറവും വരാതെ അദ്ദേഹം സങ്കല്പിച്ച അത്രയും കാലം യഥോക്തം ബഹുദക്ഷിണം പറഞ്ഞ പ്രകാരത്തിൽ തന്നെ അദ്ദേഹം യജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ പങ്കെടുത്തവർക്കും ആ യജ്ഞത്തിൽ വന്ന് അതിന് കാഴ്ചക്കാരായി നിന്നയാളുകൾക്കും അവിടെ ഇരുന്നയാളുകൾക്കും എല്ലാവർക്കും വേണ്ടുന്ന പ്രകാരത്തിൽ ഇഷ്ടം പോലെ ദക്ഷിണയെല്ലാം നൽകി അവരെയെല്ലാം സന്തോഷിപ്പിച്ചയച്ചു ആ മഹാരാജാവ്. അങ്ങനെ അദ്ദേഹം ദീർഘകാലം ചെയ്ത, ശ്രദ്ധയോടുകൂടി ചെയ്ത, ഭക്തിയോടുകൂടി ചെയ്ത ആ യജ്ഞങ്ങളുടെ ഫലമായിട്ട് ദുർവാസാവ് തന്നെ നേരിട്ട് വന്നിട്ടാണ് മഹാദേവന്റെ നിർദ്ദേശത്താൽ അവസാനം ആ മഹാരാജാവിന് ഇത്ര വിപുലമായ യജ്ഞങ്ങളെല്ലാം നടത്തിക്കൊടുക്കുന്നത്. അങ്ങനെയുള്ള യജ്ഞങ്ങളുടെ ഫലത്താൽ ദുർവാസാവ് തുടങ്ങിയ ഋത്വിക്കുകൾ എല്ലാവരും വളരെയേറെ സന്തോഷിച്ചാണ് അവിടെ നിന്ന് വിരിയുന്നത്. അങ്ങനെയുള്ള യജ്ഞകർമ്മത്തിൻ്റെ ഫലത്താൽ മഹാരാജാവ് ദിവ്യങ്ങളായിട്ടുള്ള ലോകങ്ങളെ നേടി. അങ്ങനെ മഹാരാജാവിൻ്റെ ആ ആഗ്രഹം പൂർത്തിയായി കഴിഞ്ഞു. ഇത്രയും കാലം ആ യജ്ഞവേദിയിൽ വസിച്ച് ആ രാജാവ് അദ്ദേഹത്തിൻ്റെ ഋത്വിക്കുകളെ കൊണ്ട് മന്ത്ര ജപിച്ച് ആ വിധിപ്രകാരം ഭംഗിയായിട്ട് ആ അഗ്നിയിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരുന്നതായ ഘൃതം മുഴുവൻ, നെയ്യ് മുഴുവൻ
തുടർച്ചയായി അഗ്നി ഭഗവാൻ വർഷങ്ങളോളം കഴിക്കേണ്ടി വന്നു. അവസാനം നടന്ന യജ്ഞത്തിൽ 12 വർഷം തുടർച്ചയായി അത് കഴിച്ചു. ദേവന്മാർക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹവിസ്സുകൾ. അത് ദേവന്മാർക്കുള്ള പൂജാദ്രവ്യങ്ങളാണ്. ദേവന്മാർക്ക് അത് നേരിട്ട് എത്തിക്കാൻ സാധ്യമല്ല. മനുഷ്യരുടെ മണ്ഡലവും ദേവന്മാരുടെ മണ്ഡലവും രണ്ടാണല്ലോ. അതുകൊണ്ട് ദേവന്മാർക്ക് ഈ ഹവിസ്സിൻ്റെ അംശം, അതിൻ്റെ സൂക്ഷ്മ രൂപം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അഗ്നിയെയാണ് സമാശ്രയിക്കുക. വിധിപ്രകാരം മന്ത്രം ജപിച്ച് ദേവന്മാരെ ആഹ്വാനം ചെയ്ത് കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഹവിസ് അഗ്നിയിൽ സമർപ്പിക്കുന്നു. അഗ്നി ഭഗവാൻ അതിനെ അതത് ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഏതൊരു ദേവന് വേണ്ടിയിട്ടാണോ ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് ഹവിസ് അർപ്പിക്കുന്നത്, അത് അതത് ദേവന് തന്നെ എത്തിച്ചു കൊടുക്കുന്ന വ്യത്യാസം കൂടാതെ. അങ്ങനെ ഈ ഹവിസ് മുഴുവൻ അഗ്നിയിലാണ് അർപ്പിക്കുന്നത്. നെയ്യ് തുടർച്ചയായി അഗ്നിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നെയ്യ് ധാരാളമായിട്ട് ഈ അഗ്നി ഭഗവാൻ സ്വീകരിക്കേണ്ടതായി വന്നു.